ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് സിമ്പിളായിട്ടൊരു ലഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ രാവിലത്തെ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണൊക്കെ നല്ല നീറ്റാക്കിയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാത്രം കഴുകി അതൊക്കെ അടിച്ച് വാരിയിട്ടിട്ട് നമ്മൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ട് ചോറൊക്കെ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മോനൊക്കെ മദ്രസ ഇട്ട് വന്നിട്ട് പിന്നെ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂൾക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ലഞ്ച് ഉണ്ടാക്കാനുള്ള കറിക്കുള്ള വെള്ളരിക്കൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാനുണ്ട്. അതേപോലെ തന്നെ ഉണക്കമീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെള്ളരിക്കൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെള്ളരിക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഉണക്കമീനൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ചോറ് വെക്കുമ്പോഴത്തേന് ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ ചോറ് വെന്ത അടുപ്പത്ത് തന്നെ കറിയൊക്കെ വെക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണക്കമീനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് കഞ്ഞിവെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ. അപ്പോൾ വെള്ളരിക്ക തൈര് ഒഴിച്ചിട്ടുള്ള കറി, അതേപോലെ തന്നെ ഉണക്കമീൻ. അപ്പോൾ ഇന്ന് പച്ചമീൻ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഉണക്കമീനും ഇങ്ങനത്തെ കറിയൊക്കെ നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മീനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മീനൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ മിഷുവിന് അപ്പം കറിയൊക്കെ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ മിഷുവിന് കുളിപ്പിച്ചിട്ട് അങ്ങനെ ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മിഷുവിനൊക്കെ ഉറക്കി വന്നപ്പോൾ ചോറൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചോറൊക്കെ ഊറ്റിയെടുക്കുകയാണ്. പിന്നെ ചോറൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഈ അടുപ്പത്ത് തന്നെ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളരിക്കൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ മൺചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പച്ചമുളക്, തക്കാളി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് വെള്ളരിക്കൊക്കെ അവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മീനൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മസാല തേച്ചിട്ട് വെക്കുകയാണ്. പിന്നെ ഞാൻ വേഗത പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പപ്പടം പൊരിച്ച എണ്ണയിൽ തന്നെ പിന്നെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ പണി കഴിച്ചാൽ നമുക്ക് വേഗം നമ്മുടെ പണി തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പടം പൊരിച്ച എണ്ണയിൽ തന്നെ പിന്നെ ഞാനിതാ ഉണക്കമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണക്കമീൻ തീയൊക്കെ ചെറുതായിട്ട് വെച്ചിട്ട് പിന്നെ ഞാനങ്ങനെ കറിക്കുള്ള തേങ്ങ ഒന്ന് ചിരകിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കറിക്കുള്ള അരപ്പിലേക്ക് നല്ല ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മീനൊക്കെ ഒന്ന് മറിച്ചിടാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്.
പിന്നെ ഞാൻ ലാസ്റ്റ് ഇതാ 2 പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണല്ലേ നമ്മൾ ഉണക്കമീൻ. അപ്പോൾ ഞാൻ പച്ചമുളക് അധികം വേവിച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പച്ച രീതിയിൽ കടിക്കുമ്പോഴാണല്ലോ നമ്മൾ പച്ചമുളകിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉണക്കമീനിലൊക്കെ ഇട്ട് പൊരിക്കുന്ന സമയത്ത് അധികം വേവാതെ ആ മുളകൊന്ന് കടിച്ച് ചോറൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ വെള്ളരിക്കൊക്കെ നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുളിക്കാവശ്യത്തിനുള്ള കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നാടൻ തൈരാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയിലൊന്നും അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അധികം കട്ടൊന്നും ഇല്ലാത്ത തൈരാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് വറവിട്ടെടുക്കുകയാണ്. തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ വേഗത കറി ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ ഇങ്ങനെ തൈരൊക്കെ ഒഴിച്ച കറിയിലേക്ക് ഉലുവയും കടുകും കൂടി വറവിട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം പിന്നെ കടുക് ഇട്ടിട്ട് പിന്നെ കറിവേപ്പിലിട്ടിട്ട് ഇങ്ങനെ കറി വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഉണക്കമുളകൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള വെള്ളരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉണക്കമീനൊക്കെ ഉണ്ടാകുന്ന സമയത്തോ അല്ലാതെ പച്ചമീൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറും കറിയൊക്കെ റെഡി ആയപ്പോഴത്തേന് ഇതാ മീഷു എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മീഷു നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനക്ക് ഇവിടെ ഒരു മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഷ്ണം വെട്ടിയിട്ട് മുമ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓനങ്ങനെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. അല്ലാതെ ഞാൻ കൊടുത്താൽ പിന്നെ ഓനതങ്ങനെ തുപ്പിട്ടിട്ട് ഇങ്ങനെ ആകെ നടക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ മുമ്പിൽ വെച്ച് കൊടുത്താൽ ഓൾക്ക് ഇങ്ങനെ പാത്രത്തിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കണ ഒരു ശീലമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ മുമ്പിൽ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഓനങ്ങനെ എടുത്ത് കഴിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മുട്ടയൊക്കെ മുമ്പിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾക്ക് കൊല്ലി കെട്ടണമൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്ത് നിന്നിട്ട് വേണം ഇങ്ങനെ മുട്ടയൊക്കെ മുമ്പിൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനങ്ങനെ ചോറൊക്കെ കഴിക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള വെള്ളരിക്കക്കറി, അതേപോലെ തന്നെ ഉണക്കമീൻ പൊരിച്ചതും പിന്നെ പപ്പടം. അപ്പോൾ സിമ്പിൾ ലഞ്ച് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നാടൻ ഫുഡിനോടൊക്കെ ഉണ്ട് നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മോരുകറിയൊക്കെ. അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയമൊക്കെ ഒന്ന് വിശ്രമിച്ചിരിക്കാണ്ട് അപ്പോൾ ഫോണൊക്കെ നോക്കിയിട്ടൊന്ന് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു സമാധാനം വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ അധികം വീട്ടമ്മമാരുടെയും പണികളൊക്കെ പെട്ടെന്ന് തീരാത്തതിൻ്റെ കാരണം ഈ ഫോണിൻ്റെ ഉപയോഗം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോണൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല സമാധാനത്തിൽ തന്നെ ഇരിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ വീട്ടമ്മമാർ അധിക സമയം അടുക്കളയിൽ നിൽക്കാതെ പെട്ടെന്ന് നമ്മൾ പണികളൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കിഷ്ടമുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് ഫ്രീ ആയിട്ടിരിക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.